ഹായ് എവരിവൺ, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ടോബ ടേക്ക് സിംഗ് എന്ന് പറയുന്ന സാദത്ത് ഹസൻ മാൻഡോയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞ് തടവുകാരെയും അതുപോലെ മാനസിക രോഗികളെയും പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയുണ്ടായി. ആ സമയത്ത് ലാഹോറിലെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ഇതുമായി നടന്ന ചർച്ചകളാണ് ഈ ഒരു സ്റ്റോറിയിൽ എടുത്തു പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് 15 വർഷമായിട്ട് ഭ്രാന്താശുപത്രിയിൽ കഴിയുന്ന ഒരു സിഖുകാരനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബിഷൻ സിംഗ്. അദ്ദേഹത്തിലൂടെയായിരുന്നു നമ്മുടെ കഥ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു സ്റ്റോറിയുടെ അവസാന ഭാഗം പറയുന്നത് നോക്കാം. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന്. മോസ്റ്റ് ഓഫ് ദ ലുനാറ്റിക്സ് were not in favor of the transfer because they could not comprehend the reasons for being uprooted from one place and thrown into another. One or two people, not completely mad, shouted Pakistan Zindabad and Pakistan Murdabad. This infuriated both the Muslims and Sikhs. Altercations between them were avoided with a great difficulty എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? അങ്ങനെ മാനസിക രോഗികളെ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പല പ്രശ്നങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. ആ രോഗികളെ കൈമാറുന്ന ആ സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഓഫീസേഴ്സിനെന്നാണ് പറയുന്നത്. ഭൂരിപക്ഷം ഭ്രാന്തന്മാരും കൈമാറ്റത്തെ അനുകൂലിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേരോടെ പിഴുത് മറ്റൊരിടത്തേക്ക് വലിച്ചെറിയുന്നതിന്റെ കാരണങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മുഴുഭ്രാന്തന്മാരല്ലാത്ത ഒന്നോ രണ്ടു പേർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്ത്? പാകിസ്ഥാൻ സിന്ദാബാദ് എന്നും പാകിസ്ഥാൻ മുർദാബാദ് എന്നൊക്കെ മുഴുഭ്രാന്തന്മാരല്ലാത്ത ഒന്നോ രണ്ടോ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം പാകിസ്ഥാൻ സിന്ദാബാദ് അതുപോലെ തന്നെ പാകിസ്ഥാൻ മുർദാബാദ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് മുസ്ലിം സിഖുകാരായിട്ടുള്ള ഇരുവിഭാഗക്കാരെയും പ്രകോപിപ്പിച്ചു എന്നാണ് പറയുന്നത്. രണ്ടുപേരെയും ഈ വിളികൾ, അതായത് പാകിസ്ഥാൻ സിന്ദാബാദ് പാകിസ്ഥാൻ മുർദാബാദ് എന്നൊക്കെ വിളിച്ചപ്പോൾ മുസ്ലിം സിഖുകാരായിട്ടുള്ള ഇരുവിഭാഗക്കാരെയും പ്രകോപിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർ തമ്മിലെ ഉച്ചത്തിലുള്ള വാക്കേതങ്ങൾക്കൊക്കെ അത് ഇടവരുത്തി എന്നാണ് പറയുന്നത്. അവർ തമ്മിലുള്ള പരസ്പരമുള്ള കലഹങ്ങൾക്ക് അത് ഇടവരുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കലഹമെല്ലാം വളരെ പണിപ്പെട്ടിട്ടാണ് അവിടെ ഒഴിവാക്കിയത്. ഓഫീസേഴ്സ് വളരെ പണിപ്പെട്ടിട്ടാണ് അവിടെ ഒഴിവാക്കിയത് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നോക്കാം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന്. വെൻ ബിഷൻ സിംഗ്സ് ടേൺ കെയിം ടു ക്രോസ് ദി ബോർഡർ, ഹി ആസ്ക്ഡ് ദ ഒഫീഷ്യൽ ഹു വാസ് എൻറ്ററിംഗ് ഹിസ് നെയിം ഇൻ എ രജിസ്റ്റർ, where is Toba Tek Sing, in Pakistan or in India? The official laughed and said, in Pakistan. On hearing this, Bishan Singh leaped back and ran towards the remaining group of men who awaited their turn. The Pakistani soldiers caught him and tried to force him back to the checkpoint. He resisted vigorously. എന്താണ് ഇവിടെ പറയുന്നത്? അങ്ങനെ അതിർത്തി കടക്കുവാനുള്ള ബിഷൻ സിംഗിന്റെ ഊഴമായി. ഇനി അടുത്ത ബിഷൻ സിംഗ് ആണ്. അതിർത്തി കടക്കാനുള്ള ഊഴം കാത്തു നിൽക്കുന്നത് ബിഷൻ സിംഗ് ആണ്. അങ്ങനെ ബിഷൻ സിംഗിന്റെ ഊഴം വന്നപ്പോൾ അയാളുടെ പേരൊരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥനോടായിട്ട് അയാൾ ചോദിക്കുകയാണ്, ടോബ ടേക്ക് സിംഗ് എവിടെയാണെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. പാകിസ്ഥാനിലാണോ അതോ ഇന്ത്യയിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാകിസ്ഥാനിലാണെന്ന്. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടതും ബിഷൻ സിംഗ് നിന്ന നിൽപ്പിൽ നിന്ന് പിറകോട്ട് ചാടി ഊഴം കാത്തു നിൽക്കുന്ന അവശേഷിക്കുന്ന ഭ്രാന്തന്മാരുടെ നേരെ ഓടി എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെന്ത് സംഭവിച്ചത്? പാകിസ്ഥാനി പട്ടാളക്കാര് അയാളെ പിടിച്ച് ചെക്ക് പോയിന്റിലേക്ക് തന്നെ ബലമായിട്ട് മടക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു. അയാൾ കൂടുതൽ കരുത്തോട് കൂടിയിട്ട് ചെറുത്തു നിന്നു. അയാളെ ചെറുത്തു നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നീട് എന്താണ് സംഭവിച്ചത് നോക്കാം. ടോബ ടേക്ക് സിംഗ് ഈസ് ഹിയർ, he yelled. Opadi Gurgurdi Anasti Be Daniya Di Moong Dal Di of Toba Tek Singh and Pakistan. The authorities attempted to reason with him. Look, Toba Tek Singh is in Hindustan now, and if he is not there yet, we will send him there immediately. But he was adamant and would not budge from the spot where he stood. When the guards threatened to use force, he installed himself in a place between the borders and stood there as if no power in the world could move him. Because he was a harmless man, he was allowed to remain there while the transfer continued. എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്?
അങ്ങനെ ബിഷൻ സിംഗ് എന്ത് ചെയ്യാണ്, അലറി വിളിക്കുകയാണ്. ടോബ ടേക്ക് സിംഗ് എവിടെയാണെന്ന് ബിഷൻ സിംഗ് അലറി വിളിക്കുകയാണ്. അപ്പോൾ അധികൃതർ ക്ഷമയോടെ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അധികൃതർ പറഞ്ഞു, നോക്കൂ, ടോബ ടേക്ക് സിംഗ് ഇപ്പോൾ ഹിന്ദുസ്ഥാനിലാണ്, ഇനിയും നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഉടൻ തന്നെ അങ്ങോട്ട് അയക്കുമെന്ന് അധികൃതർ ബിഷൻ സിംഗിനോട് പറയാണ്. എന്നാൽ അയാൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ച് മാറാൻ പോലും തയ്യാറല്ലായിരുന്നു. ബലം പ്രയോഗിക്കുമെന്ന് ഗാർഡുമാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇരു രാജ്യത്തിന്റെയും അതിർത്തികൾക്കിടയിലുള്ള ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും തന്നെ അവിടെ നിന്നും മാറ്റാനാകില്ലെന്ന മട്ടില് അയാൾ അവിടെ തന്നെ ആ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ ഉറച്ചു നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അയാൾ ഒരു നിരുപദ്രവകാരി ആയതിനാൽ തന്നെ കൈമാറ്റം തുടരുമ്പോഴും അയാളെ അവിടെ തന്നെ നിൽക്കുവാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചു എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ പാരഗ്രാഫാണ് പറയാൻ പോകുന്നത്. നോക്കാം എന്താണ് പറയുന്നതെന്ന്. ബിഫോർ ദ സൺ റോസ് എ പീസിംഗ് ക്രൈ അറോസ് ഫ്രം ബിഷൻ സിംഗ്, who had been quiet and still all this time. Several officers and the guards ran towards him. They saw that the man who had stood on his legs day and night for 15 years now lay on the ground, prostrate. Beyond a wired fence on one side of him was Hindustan, and beyond a wired fence on the other side was Pakistan. In the middle, on a stretch of land that had no name, lay Toba Tek Sing എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? അങ്ങനെ ബിഷൻ സിംഗ് അയാൾ എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ നിശ്ചലമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൂര്യോദയത്തിന് മുൻപ് അതുവരെ അത്രയും സമയം നിശബ്ദനായിട്ട് നിശ്ചലനായിട്ട് നിന്നിരുന്ന ബിഷൻ സിംഗിൽ നിന്നും കാതു തുളയ്ക്കുന്ന ഒരു നിലവിളി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു നിലവിളി കേട്ടതും, ഈ കാതു തുളയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലവിളി കേട്ടതും നിരവധി ഉദ്യോഗസ്ഥരും ഗാർഡുമാരും അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് രാവും പകലും തന്റെ കാലുകളിൽ നിന്നുകൊണ്ട് തന്നെ കാലവും നേരവും പിന്നിട്ട ബിഷൻ സിംഗ് നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. അയാൾ കിടന്നിരുന്നതിന്റെ ഒരു വശത്തുള്ള കമ്പിവേലിക്കപ്പുറം ഹിന്ദുസ്ഥാനായിരുന്നു, മറുവശത്തുള്ള ഒരു കമ്പിവേലിക്കപ്പുറം പാകിസ്ഥാനുമായിരുന്നു. അതിനു നടുവില് പേരില്ലാത്ത ആ ഒരു തുണ്ടുഭൂമിയില് ടോബ ടേക്ക് സിംഗ് നിത്യനിദ്രയിൽ കിടന്നിരുന്നതായിട്ടാണ് ഇവർക്ക് കാണാൻ സാധിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ ബിഷൻ സിംഗിന്റെ മരണം സംഭവിച്ചു എന്നാണ് ഈ ഒരു പാരഗ്രാഫിലായിട്ട് പറയുന്നത്. അദ്ദേഹം മരിച്ചു കിടന്ന സ്ഥലത്ത് ഒരു വശത്തുള്ള കമ്പിവേലിക്കപ്പുറം ഹിന്ദുസ്ഥാനും മറുവശത്തുള്ള ഒരു കമ്പിവേലിക്കപ്പുറം പാകിസ്ഥാനുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെ നടുവില് പേരില്ലാത്ത ഒരു തുണ്ടുഭൂമിയിലായിരുന്നു ബിഷൻ സിംഗ് മരിച്ചു കിടന്നിരുന്നതായിട്ട് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ. അങ്ങനെ പേരില്ലാത്ത ആ ഒരു തുണ്ടുഭൂമിയിൽ ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ആ പേരില്ലാത്ത ആ ഒരു തുണ്ടുഭൂമിയിൽ ബിഷൻ സിംഗ് എന്നറിയപ്പെടുന്ന ടോബ ടേക്ക് സിംഗ് നിത്യനിദ്രയിൽ കിടക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. ബിഷൻ സിംഗിന്റെ മരണമാണ് ഈ ഒരു സ്റ്റോറിയുടെ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.